ആൽഫി നല്ല ചുരിദാർ സെറ്റ് അല്ലേ? ഇത് നോക്കി അല്ലേ? കാന്ത സ്റ്റിച്ചിൻ്റെ ഒക്കെ ഇതാ ഇത് വന്നു അല്ലേ? ആ ഓക്കെ നമ്മൾ ചെയ്യിപ്പിക്കാൻ കൊടുത്തായിരുന്നു. ഓക്കെ കട്ട് വർക്കിൻ്റെ നമുക്ക് ഇതിൻ്റെ എത്ര കളേഴ്സ്? 5 കളേഴ്സ് അല്ലേ? നമുക്കിടാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ യെല്ലോ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആണോ എന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ നല്ല സറ്റിലായിട്ടുള്ള കളേഴ്സാണ്. കാരണം ഇതിൻ്റെയൊക്കെ കളറ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്ത് ഡിസൈനും കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ച് വന്നേക്കണ സാരീസാട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കളേഴ്സ് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. നമുക്കറിയാലോ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള കളേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ അയ്യോ യെല്ലോ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന യെല്ലോ ആണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. അങ്ങനെയല്ല. ഇതാണ് കളർ. ഇതിൻ്റെ ഡിസൈൻ്റെ പാറ്റേൺ കണ്ടോ? ഡിസൈൻ്റെ പാറ്റേൺ ഇതേപോലെയാണ്. എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, അത് കട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ ഇങ്ങനെ ഒരു ഹോൾസ് പാറ്റേൺ കണ്ടോ? അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ബോർഡറിലും അങ്ങനെ തന്നെ, ബോഡിയിലും ഇതുപോലെ തന്നെ. ബോഡി ഫുൾ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇതൊരു സെമി ടസർ ഫീൽഡിൽ നിൽക്കുന്ന സാരീസാണ്. നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും നമുക്ക് ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2990. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് ഈ വർക്ക് വരുന്നത്. ഇതേപോലെയാണ് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ വരുന്ന വർക്ക്. അപ്പോൾ നമുക്കൊരു വാഷ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ്. ഇതൊരു സീ ബ്ലൂ ഷെയ്ഡ്. സീ ബ്ലൂ ഷെയ്ഡിലും സെയിം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഇനി ജസ്റ്റ് കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. 2990. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്. എന്നാൽ ഇങ്ങനെ ഭയങ്കര ബോഡി ഹഗ് ചെയ്ത് നമ്മുടെ ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കുന്ന പോലെ കിടക്കുകയില്ല. നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്, അതായത് ഒരു ബേബി പിങ്കിൻ്റെയൊക്കെ അല്പം കൂടെ ഡാർക്കർ ടോണിലേക്ക് വരുന്ന പിങ്ക്. അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്. ബ്രൗൺ ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കോൺട്രാസ്റ്റ് വേണ്ട, സെയിം ടോണൊക്കെ മതി എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെമി സിൽക്ക്, അതായത് ഒരു ടസർ ഫീലിൽ നിൽക്കുന്ന മെറ്റീരിയലാണ്. നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദേശി ടസറിൻ്റെ ഒക്കെ സാരി ഉടുത്ത് അതേ ലുക്കിൽ നിൽക്കുന്ന സാരീസാണ്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.